ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ സ്വർഗാരോപിതയായ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ ജീവിത നിയോഗങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് വിചിന്തനം നടത്തുക പരിശുദ്ധ കന്യകമറിയം സതുപദേശത്തിന്റെ മാതാവ് എന്ന വലിയ ചിന്തയാണ്. പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് ലുത്തീനിയ പ്രാർത്ഥനയിൽ പരിശുദ്ധ കന്യകമറിയത്തെ സതുപദേശത്തിന്റെ മാതാവേ എന്ന് നമ്മൾ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകമറിയത്തെ സതുപദേശത്തിന്റെ മാതാവേ എന്ന് പരിശുദ്ധ സഭ അഭിസംബോധന ചെയ്യുക? അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമുക്ക് കാണാനായിട്ട് കഴിയുക. റോമിൽ ഒരു തീർത്ഥാടന ദേവാലയമുണ്ട്. ആ സ്ഥലപ്പേര് ഗനറ്റ്സാനോ എന്നാണ്. ഗനറ്റ്സാനോ എന്ന ഈ സ്ഥലത്തെ തീർത്ഥാടന ദേവാലയത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ദേവാലയത്തിനുള്ളിൽ പരിശുദ്ധ കന്യകമറിയത്തിന്റെ ഒരു ഛായാചിത്രമുണ്ട്. ഉണ്ണിയേശുവിനെയും പേര് നിൽക്കുന്ന പരിശുദ്ധ കന്യക മറിയം. ആ ഒരു ഛായാചിത്രത്തിൽ നിന്നാണ് പരിശുദ്ധ കന്യകമറിയത്തെ സതുപദേശത്തിന്റെ മാതാവേ എന്ന് അഭിസംബോധന ചെയ്യുവാൻ സഭ പ്രത്യേകമായിട്ട് പരിശ്രമിച്ചതും ആ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന, ലുത്തീനിയ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. പരിശുദ്ധ ബൈബിളിൽ 2 സാഹചര്യങ്ങളിൽ പരിശുദ്ധ കന്യകമറിയത്തെ സതുപദേശത്തിന്റെ വലിയ മാതാവായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. സതുപദേശത്തിന്റെ മാതാവ് എന്ന പരിശുദ്ധ കന്യകമറിയത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവീക പദ്ധതികൾക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് മാതൃകയായി നിൽക്കുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകമറിയം. അപ്പോൾ ദൈവീക പദ്ധതികൾക്ക് മുമ്പിൽ എങ്ങനെ ഒരാൾ നിൽക്കണം, ദൈവീക പദ്ധതികളോട് നമ്മൾ എങ്ങനെ സഹകരിക്കണമെന്ന് പരിശുദ്ധ കന്യകമറിയം നമ്മളെ പഠിപ്പിക്കുന്നതുകൊണ്ട്, ആ മാതൃക നൽകുന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ സതുപദേശത്തിന്റെ മാതാവേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അഭിസംബോധന ചെയ്യുക. അത് ഒന്നാമതായി ഗബ്രിയേൽ ദൂതൻ ആ ദൈവീക വെളിപാടുകൾ നൽകുമ്പോൾ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് അതിനോട് സഹകരിക്കുന്ന പരിശുദ്ധ കന്യകമറിയം. രണ്ടാമതായി കാനായിലെ അത്ഭുതം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പരിചാരകരോട് പരിശുദ്ധ കന്യകമറിയം പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അപ്പോൾ യേശുവിലേക്ക് പരിചാരകരെ അയച്ചുകൊണ്ട്, അല്ലെങ്കിൽ യേശു പറയുന്നത് പോലെ ചെയ്യുവാൻ പരിചാരകരോട് ആവശ്യപ്പെടുന്ന പരിശുദ്ധ കന്യകമറിയം. അതുതന്നെയാണ് പരിശുദ്ധ കന്യകമറിയം സതുപദേശത്തിന്റെ മാതാവ് ആയി മാറുവാൻ, അല്ലെങ്കിൽ സഭ അങ്ങനെ അവളെ അഭിസംബോധന ചെയ്യുവാൻ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുക. ദൈവീക വെളിപാടുകൾക്ക് മുമ്പിൽ, ദൈവീക പദ്ധതികൾക്ക് മുമ്പിൽ നമ്മൾ എങ്ങനെ വ്യാപരിക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു. നിരാശയുടെയും സങ്കടങ്ങളുടെയും ആകുലതകളുടെയും ഒത്തിരി വേദനകളിലൂടെ ആവാം നമ്മൾ ഒരുപക്ഷെ കടന്നു പോവുക. അവിടെ പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത് പോലെ സതുപദേശത്തിന്റെ മാതൃകയായി, അല്ലെങ്കിൽ ദൈവീക പദ്ധതികൾക്ക് മുമ്പിൽ മാതൃകയായി പരിശുദ്ധ അമ്മ നിൽക്കുന്നത് പോലെ ദൈവീക പദ്ധതികൾക്ക് മുമ്പിൽ കരങ്ങൾ കൂപ്പി നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ പരിശുദ്ധമായ നോമ്പുകാലം നമ്മളെ പഠിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.